മരണപ്പെട്ട് 40-ാം ദിവസം കഴിയുന്നതിന് മുമ്പ് ഈ നിയോജക മണ്ഡലം പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഈ വൈകാരികത വിറ്റെങ്കിൽ മാത്രമേ ആ സമയത്ത് അവിടെ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. ഇതിലൊന്നും ഇടപെടാത്ത ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? CPIM-ന്റെ പേരുള്ള ഒരു മുഖം ഇവരെ സംബന്ധിച്ച് ഒരു മോശം പറഞ്ഞതായിട്ടുണ്ടോ? ഇടത് രാഷ്ട്രീയം വേണ്ട എന്ന് വെച്ച് വരുന്ന ഒരാളെ സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. പിന്നീട് നടന്ന പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ അങ്ങ് സ്ഥാനാർത്ഥി അങ്ങനെ താങ്കൾക്ക് അതിൽ പങ്കുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ജെയ്ക്സി തോമസും ചാണ്ടി ഉമ്മനും തമ്മിൽ നടന്ന മത്സരത്തിൽ അത് കാണിക്കാൻ CPM-ന്റെ സൈബർ ഇടങ്ങൾ തയ്യാറായിരുന്നു. അച്ചുമ്മനെതിരെ ഉണ്ടായ വിവാദങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അതായത് ആ സമയത്ത് ഞാൻ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പലപ്പോഴും ആ മണ്ഡലം നേരിടേണ്ട വന്ന വികസന മുരടിപ്പിനെ സംബന്ധിച്ചും എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷം സൃഷ്ടിച്ചിട്ടുള്ള വികസന മുന്നേറ്റങ്ങളെ സംബന്ധിച്ചുമാണ് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ വ്യക്തിപരമായി വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ അർത്ഥത്തിൽ നിർബന്ധിത പ്രതികരണം നടത്തേണ്ട വന്ന അപൂർവ ഘട്ടങ്ങളിലൊഴികെ ഈ കാര്യങ്ങളോടൊന്നും ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങ് സൂചിപ്പിച്ചത് ഇപ്പൊ സൈബർ സ്പേസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മുഖമുള്ളവരും മുഖമില്ലാത്തവരും അങ്ങനെ 100 കണക്കിന് ആളുകൾ പല മേലങ്കയും എടുത്തടിഞ്ഞ് ഞങ്ങളാണ് ഇതിന്റെ ആകെ ഔദ്യോഗിക അപ്പോസ്തലന്മാർ എന്ന പരിവേഷം അണിയാൻ ശ്രമിക്കാറുണ്ട്. ഇടതുപക്ഷത്തിന്റെ, ഞാൻ ആവർത്തിക്കുന്നു, CPIM-ന്റെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടെ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു സൈബർ ഹാൻഡിൽ അങ്ങ് ഈ സൂചിപ്പിച്ച ഒരു പേരുകാരനെതിരെ അമാന്യമായ മര്യാദയ്ക്ക് നിരക്കാത്ത ഒരു പ്രയോഗം അങ്ങയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അല്ല, എങ്കിലും അങ്ങനെയല്ല ജയ്ക്ക്. നമുക്കറിയാം CPM-ന്റെ ഔദ്യോഗിക സൈബർ ഹാൻഡുകൾ ഉണ്ടാവും, അനൗദ്യോഗിക ഹാൻഡുകൾ ഉണ്ടാകും. എങ്കിൽ പോലും അത് തടയേണ്ടുന്നത് അല്ലെങ്കിൽ ഇതല്ല ശരി, ഇത് പാടില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ജയ്ക്കടക്കമുള്ള നേതാക്കന്മാർ. അല്ല, അങ്ങൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുക. അപ്പൊ ഇതൊരു ഞാൻ നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടെ ഞാൻ പറയുന്നു, ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർന്നു വന്നപ്പോൾ വളരെ സ്വാഭാവികമായി സൈബർ ആക്രമണം ആർക്കെതിരെയും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് തെരഞ്ഞെടുപ്പ് ഘട്ടം കൂടെയാണ്. ഞാൻ അപ്പോ അത് രാഷ്ട്രീയമായിട്ട് അതിന് മറുപടി, തെരഞ്ഞെടുപ്പിനും അപ്പുറത്തേക്ക് വൈകാരികത നിറഞ്ഞു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതെ, പക്ഷേ കേരളത്തിൽ അടുത്തിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഏറ്റവും വൈകാരികമായി കണ്ടത്. അതിപ്പോ ഒരു മരണാനന്തരം 40-ാം ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യവും അവസാനവുമായിരിക്കാനാണ് സാധ്യത. അത് തന്നെയാണ് ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ മരണപ്പെട്ട ഉമ്മൻചാണ്ടി ശക്തനാണ് എന്ന് പറയപ്പെടേണ്ടി വന്നു. കാരണം ജയിക്ക് അവിടെ നടത്തിയ ഒരു പോരാട്ടമുണ്ട്, വലിയ പോരാട്ടമുണ്ട്. ഉമ്മൻചാണ്ടിയെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവിനെ ഒരു ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ സഖാവ് ജയിക്കിന് സാധിച്ചിരുന്നു. പിന്നീട് ചാണ്ടി ഉമ്മനുമായി മത്സരിക്കുമ്പോൾ വൈകാരികതയുടെ തലമാണ് അവിടെ വർക്ക് ചെയ്തത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായത്. അതിൽ ഞാൻ ഒറ്റ വാചകത്തിൽ മറുപടി പറയാം. ആ കാര്യത്തിൽ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് രണ്ടാമതും പറയാം. അതായത് മരണപ്പെട്ട് 40-ാം ദിവസം കഴിയുന്നതിന് മുമ്പ് ഈ നിയോജക മണ്ഡലം പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിനുമപ്പുറം മൃതദേഹ സംബന്ധമായിട്ടും മരണാനന്തരമുള്ള ഓർമ്മകളെ സംബന്ധിച്ചും മാത്രമായിരിക്കണം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ആ ചർച്ചകൾക്ക് 40 ദിവസത്തിനപ്പുറം നിതാന്തമായ ആയുസ് ഉണ്ടായിരിക്കുകയില്ല. ഈ ഭയപ്പാട് പലരെയും നയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗം കൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അസാധാരണമാവിധം മരണാനന്തരം 40-ാം ദിവസത്തിന് മുമ്പ് പോളിംഗ് ബൂത്തിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും ഒരു മണ്ഡലത്തിന് പോകേണ്ട വന്നത്. അതവിടെ നിൽക്കട്ടെ, അതിനെ സംബന്ധിച്ചുള്ള കാര്യം. രണ്ടാമത്, അങ്ങ് ഈ സൂചിപ്പിച്ച പേരുകാർക്കെതിരെ സൈബർ ബുള്ളിങ് ഇതൊരു പ്രതീതി നിർമ്മാണമായിരുന്നു. പല മാധ്യമങ്ങൾ വന്ന് വാർത്തയാക്കി. കാരണം എന്താണ്? ഈ വൈകാരികത വിറ്റെങ്കിൽ മാത്രമേ ആ സമയത്ത് അവിടെ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. ഞാൻ അതുകൊണ്ട് ആവർത്തിച്ചുറപ്പിച്ച് ഞാൻ ചോദിക്കുന്നു, CPIM-ന്റെ മുഖമുള്ള ഏതെങ്കിലും ഒരാൾ, ഒരു ഹാൻഡിൽ, ഇപ്പൊ DCC പ്രസിഡന്റുമാർ പോസ്റ്റ് ഇട്ടതിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസിന്റെ സമുന്നത നേതൃപദവി അലങ്കരിക്കുന്ന ആളുകൾ നടത്തിയ പ്രതികരണം, പിൻവലിക്കേണ്ട വന്ന പ്രതികരണം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറയുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ, ആ പേരുകാരെയല്ല, പാർട്ടി അംഗത്വമുള്ള ഏതെങ്കിലും ഒരാൾ തെറ്റിദ്ധാരണാജനകമായി നടത്തിയ ഒരു ശുദ്ധ അസംബന്ധം, മര്യാദകെട്ടൊരു പ്രയോഗം ഈ പറഞ്ഞ ആളുകൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ? ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, എന്ത് കാര്യത്തിന്റെ മറവിലാണെന്ന് സൈബർ ബുള്ളിംഗ് എന്ന പ്രതീതി നിർമ്മാണം സൃഷ്ടിച്ചെടുത്തത്? അത് സൃഷ്ടിച്ചെടുത്തത് അവർ ഉപയോഗിക്കുന്ന ചില സാധന സാമഗ്രികളുടെ വില അത് ഇത്രയും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങ് ഉപയോഗിക്കുന്ന വാച്ച്, അങ്ങ് ഉപയോഗിക്കുന്ന ഷർട്ട്, അങ്ങ് ഉപയോഗിക്കുന്ന പാന്റ്, ഇതൊന്നും പൊതുവിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നമ്മളാരും ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷെ ചില ഘട്ടത്തിൽ ഇതൊക്കെ ഒരു അനിവാര്യ ദുരന്തം വന്നതുപോലെ കേരളത്തിൽ സംഭവിക്കാറുണ്ട്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, 1ാം പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ കേരളത്തിന്റെ അഭിമാനാർഹമായ നേട്ടങ്ങളുടെ പ്രതീകമായിരുന്ന അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറുടെ കണ്ണടയുടെ ഫ്രെയിമിന്റെ വിലയായിരുന്നു അന്ന് ചിലർക്ക് ചർച്ചാ വിഷയം. അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ഇടുക്കിയിൽ നിന്നുള്ള സഖാവ് മണിയാസാന്റെ സഞ്ചരിക്കുന്ന കാറിന്റെ ടയർ മാറിയതിന്റെ എണ്ണമായിരുന്നു അന്ന് അഴിമതിയുടെ പ്രത്യേകത. അന്നത്തെ സ്പീക്കറായിരുന്ന സഖാവ് ശ്രീരാമകൃഷ്ണൻ, അദ്ദേഹം കണ്ണട മാറി പുതിയ കണ്ണട വെച്ചതായിരുന്നു ആരോപണമായി ചില മാധ്യമങ്ങൾ ഉന്നയിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പോ ഇതിങ്ങനെ ചർച്ചാ വിഷയമായിട്ടുണ്ട്.
അപ്പൊ പല ആളുകളും ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങയുടെ ഷർട്ടിന്റെ വില ചോദിക്കുന്നത്, അങ്ങ് ധരിക്കുന്ന വാച്ചിന്റെയോ വസ്ത്രത്തിന്റെയോ വില ചോദിക്കുന്നത്, അല്ലെങ്കിൽ അത് പബ്ലിക് ഡൊമൈന് മുമ്പിൽ ഒരാൾ പറയുന്നത് സാമൂഹ്യ മാധ്യമത്തിലെ അതിക്രമമായി മാറുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിലൊരു വ്യത്യാസമുണ്ട് അങ്ങ് പറഞ്ഞതിൽ. വി ഡി സതീശന്റെ ഷൂവിന് ഇപ്പോ വില ചോദിച്ച് പോയിരുന്നല്ലോ ചില സൈബർ ഹാൻഡുകൾ. പക്ഷേ അത് തെറ്റില്ല. കാരണം വി ഡി സതീശൻ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. ഈ പറയപ്പെടുന്ന ശൈലജ ടീച്ചറും ശ്രീരാമകൃഷ്ണനും അടക്കമുള്ള സഖാക്കന്മാർ ജനപ്രതിനിധികളാണ്. നമ്മുടെ നികുതി പണം കൊണ്ട് അവർ ശമ്പളം പറ്റുന്നവരാണ്. പക്ഷെ അച്ചൂമ്മൻ അങ്ങനെ ആയിരുന്നില്ല. അച്ചൂമ്മന് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഇല്ലേ? അവർക്ക് സ്വന്തമായ ഒരു തൊഴിലില്ലേ? എനിക്ക് അക്കാര്യത്തോടൊന്നും ഒരു വിയോജിപ്പില്ല. അപ്പൊ ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. അവർ ധരിക്കുന്ന വാച്ച് എത്ര കോടിയുടെയോ അവരുടെ വസ്ത്രം എത്ര ലക്ഷത്തിന്റെ ആകട്ടെ, അതൊന്നുമല്ല നമ്മുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന രാഷ്ട്രീയത്തിൽ ചർച്ചയാകേണ്ടത്. അവിടെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും രാഷ്ട്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ്. രാഷ്ട്ര സംബന്ധമായ കാര്യങ്ങൾ ഒരാളുടെ ഉടുപ്പിന്റെ വിലയും തമ്മിൽ ഒരു ബന്ധവുമുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. അതല്ല ചർച്ചാ വിഷയമാകേണ്ടത്. പക്ഷേ നിങ്ങൾ കാണേണ്ടത് എന്താണ്? ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം എന്തായിരുന്നു? കോൺഗ്രസ് ഉയർത്തിയ ആദ്യ പ്രചരണം, പ്രചണ്ഡമായ പ്രചരണം എന്തായിരുന്നു? ഈ കാണുന്ന നൂറുകണക്കിന് വരുന്ന യൂട്യൂബർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ മുഖമായി പരിലസിക്കുന്ന മാലിന്യം തുപ്പുന്ന നിരവധി പ്രമുഖ യൂട്യൂബർമാരുണ്ടായിരുന്നു. മറുനാടൻ മലയാളി എന്നൊക്കെ മറ്റും പറഞ്ഞിട്ട് അവരൊക്കെ നടത്തിയ പ്രചരണം എന്തായിരുന്നു? ഞാൻ ഏതോ ഒരു കോടീശ്വരനാണ്, എന്റെ സഹോദരന്റെ വീട് കാണിച്ചിട്ട് പറയുന്നു ഇത്ര വലിപ്പമുള്ള സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഉടമയാണിത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം അയ്യോ അത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീടല്ലേ, അപ്പോ എനിക്ക് നേരെ നടക്കുന്നത് സൈബർ ആക്രമണമല്ലേ, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണമല്ലാതായി മാറുകയും, എന്നാൽ ഇടതുപക്ഷ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോൾ അവർ ധരിക്കുന്ന വാച്ചിന്റെയോ വസ്ത്രത്തിന്റെയോ വില ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് സൈബർ ആക്രമണമായി മാറുകയും ചെയ്യുന്ന അന്തരീക്ഷമില്ലേ? അത് സഖാവിനെ സ്ഥാനാർത്ഥിയെ ടാർഗറ്റ് ചെയ്യുന്നു, അതിന് മറുപടി കൊടുക്കേണ്ടത് പുതുപ്പള്ളിക്കാർക്ക് അറിയാലോ ജയിക്ക് എന്താണെന്നുള്ളത് കൃത്യമായി. ഉമ്മൻചാണ്ടിയെ പോലെ ചാണ്ടി ഉമ്മനെ പോലെ ജയിക്ക് എന്താണെന്ന് പുതുപ്പള്ളിക്കാർക്ക് അറിയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ ഒരു സ്ഥാനാർത്ഥിയുടെ സഹോദരൻ. ഞാൻ ഈ വിഷയത്തിൽ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മുഖത്ത് നിന്ന് ഇത് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അന്നത്തെ ആ ചൂമ്മനെതിരെ നടന്ന സൈബർ അറ്റാക്കുകളിൽ എപ്പോഴെങ്കിലും ഒരു തുറന്നു പറച്ചത് ഞങ്ങളായിരുന്നില്ല, അല്ലെങ്കിൽ അന്ന് ആ ഘട്ടത്തിൽ ഇത് അനാവശ്യമായ വിവാദങ്ങളാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് താങ്കൾ തയ്യാറായില്ല? ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു, അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് ഒക്കെ ഇപ്പൊ ആർക്കെതിരെ നടന്നാലോ അതിനെ ആരെങ്കിലും ന്യായീകരിക്കുമോ? ഞാൻ കരുതുന്നു സത്യസന്ധമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ഒരു മനുഷ്യനും അല്ലാതെ ചില ആളുകൾക്കെതിരെ നടക്കുമ്പോൾ അത് നല്ല അറ്റാക്ക്, ചില ആളുകൾക്കെതിരെ നടക്കുമ്പോൾ ഒരു മോശം അറ്റാക്ക്, അങ്ങനെ ഒരു നിലപാട് നമുക്ക് ആർക്കെങ്കിലും സ്വീകരിക്കാൻ കഴിയുമോ? അതാർക്കെതിരെ നടന്നാലും ശരിയല്ല. പക്ഷേ അങ്ങേ പറയുന്ന ഇപ്പോഴും ആവർത്തിക്കുന്ന പ്രതിനിധി നിർമ്മാണം ഉണ്ടല്ലോ, ഞാൻ ആവർത്തിച്ച് അങ്ങോട്ട് ചോദിക്കുന്നു, CPIM-ന്റെ പേരുള്ള ഒരു മുഖം ഇവരെ സംബന്ധിച്ചൊരു മോശം പറഞ്ഞതായിട്ടുണ്ടോ? ഇവരൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ട ആളുകളുമാണ്. ഞാൻ പറയുന്നു ഇവരൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കുകയും ആവർത്തിച്ചുറപ്പിക്കുകയും കോൺഗ്രസ് വിജയത്തിന് വേണ്ടി ജോലിയെടുക്കുകയും ചെയ്തതാണ്. അതൊക്കെ എല്ലാവർക്കും അവരവരുടേതായ അവകാശം. ഇതിലൊന്നും ഇടപെടാത്ത ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെന്ന് ഉദ്ദേശിക്കാൻ അങ്ങേ വ്യക്തിപരമായിട്ടല്ല, ഈ ആളുകൾ എവിടെയായിരുന്നു? ഇതിലൊന്നും ഇടപെടുകയും ഒരു സജീവ രാഷ്ട്രീയത്തിലുള്ള അഭിപ്രായം പറയുകയും ചെയ്യാതിരിക്കുന്ന ആളുകൾക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോ അപ്പൊ ആക്രമണത്തിന് രണ്ട് നീതിശാസ്ത്രം പാടില്ല. അതാണ് എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാൻ. ശരി, ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാൻ മറ്റൊരു സംശയം ചോദിക്കാം. PV അൻവർ ഇടതുപക്ഷ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു, UDF-ലേക്ക് പോകുന്നു. PV അൻവറിനെ UDF-ലേക്ക് എടുക്കേണ്ടതില്ല, ഉപാധികളോട് എടുക്കേണ്ടതില്ല എന്ന് VD സതീശൻ നിലപാടെടുക്കുന്നു. ഇപ്പോൾ സതീശനിസം എന്ന വാക്ക് പിണറായിസത്തിന് ശേഷം ഒരു വലിയ വാക്ക് രാഷ്ട്രീയ കേരളത്തിൽ അലതല്ലുകയാണ്. ഈ VD സതീശന്റെ ആ നിലപാടിനോട് ജയിക്കിന്റെ അഭിപ്രായം എന്താണ്? ഒരിക്കലും ഇല്ല, അക്കാര്യങ്ങളോടൊന്നും ഞങ്ങൾ പ്രതികരിക്കാറില്ല. അതുകൊണ്ടല്ല ഞാൻ ചോദിക്കാനുള്ള കാരണം, ഇതിനു മുമ്പ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് രാഷ്ട്രീയം വിട്ടുവരുന്ന ഡോക്ടർ പി സരിനെ അവിടെ ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇടത് രാഷ്ട്രീയം വേണ്ട എന്ന് വെച്ച് വരുന്ന ഒരാളെ സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അപ്പോൾ അതൊരു രാഷ്ട്രീയമായി ഒരു നിലപാട് പറയേണ്ട വിഷയമല്ലേ? അല്ല, അത് ഇപ്പൊ ആരെ സ്വീകരിക്കണം ആരെ സ്വീകരിക്കേണ്ട, ഇടതുപക്ഷത്തോട് കലഹിച്ചു വരുന്ന ആളുകൾ തങ്ങളുടെ മുന്നണിയുടെ ഭാഗമാകണോ? അതൊക്കെ അതത് മുന്നണികളുടെ അഭ്യന്തര കാര്യമാണ്. UDF-ഓ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്, അതിന്റെ സമുന്നതരായ നേതൃത്വം അവർ തീരുമാനമെടുക്കേണ്ടതാണ്. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ അവർ ഉൾക്കൊള്ളും, അവർക്ക് പറ്റാത്തവരോട് അവർ വിയോജിപ്പ് പറയും. അവിടെ ഒരു സംശയം, VD സതീശനെതിരെ വലിയ അഴിമതി ആരോപിച്ച ആളാണ് PV അൻവർ. രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്ത ആളാണ് PV അൻവർ. ഇപ്പുറത്ത് സരിൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പെൺവാണിഭം വരെ നടക്കുന്നു എന്ന് ആരോപണം ഉന്നയിച്ച ആളാണ് P സരിൻ. ഞാൻ ഇതേ ചോദ്യം സരിനോടും ചോദിച്ച ചോദ്യമാണ്. സരിൻ ഒരിക്കലും ഇവിടെ ഫ്ലോറിൽ വന്നപ്പോൾ. അപ്പോൾ ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തിട്ടുള്ള രണ്ട് വിഭാഗം ആളുകളാണ്. ഇവിടെ ഒരാൾ പറയുന്നു ഞങ്ങൾക്ക് വേണ്ട, മറ്റൊരാൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. ഇതില് രാഷ്ട്രീയത്തെ എങ്ങനെ വിശകലനം ചെയ്യണമെന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇതിന്റെ അടിസ്ഥാനമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോ അങ്ങ് സൂചിപ്പിച്ചു, പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചുമൊക്കെ അങ്ങേയറ്റം അപഹാസ്യമായ പ്രസ്താവനകൾ നടത്തിയ ആളാണ്. ഇപ്പോൾ ഞാൻ ക്ലാസിക്കലായ ഒരു ഉദാഹരണം പറയാം, അതിൽ ആ മറുപടി ഉണ്ടാകുമെന്നാണ്, അല്ലെങ്കിൽ അങ്ങയുടെ സംശയം ദൂരീകരിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലം 4 പതിറ്റാണ്ടോളം കാലം UDF-ന്റെ തുടർ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു.
അവിടെ ഞങ്ങളുടെ ആദ്യത്തെ ജനപ്രതിനിധി എന്ന് പറയുന്നത് സഖാവ് കുഞ്ഞാലിയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി വെടിയേറ്റ് കൊല്ലപ്പെട്ട MLA സഖാവ് കുഞ്ഞാലിയാണ്. അപ്പോൾ ആ കേസിലെ പ്രതിയായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ സഖാവ് കുഞ്ഞാലിയുടെ മരണമൊഴി രേഖപ്പെടുത്തിയ പ്രകാരം വെടിയേറ്റ് 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അപ്പം മരണമൊഴി പ്രകാരം ആ കേസിലെ പ്രതിയായിരുന്നു ഇപ്പോഴത്തെ നിയുക്ത MLA പിതാവ്, പിന്നീട് UDF-ന്റെ സമുന്നത നേതാവായി മാറിയ ആര്യാടൻ മുഹമ്മദ്. പ്രസക്തമായ ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ചു. അപ്പോൾ കാണുകയാണ്, ഞങ്ങളുടെ സഖാവിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞ ഒരാൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി, ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ജോലിയെടുക്കണോ? വേണമെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഭീതിതമായ അന്തരീക്ഷമാണ്. അങ്ങ് സൂചിപ്പിച്ച പ്രസ്താവനയോ അല്ലെങ്കിൽ അപഹാസ്യമായ പ്രതികരണങ്ങൾ മാത്രമല്ലല്ലോ, ഒരാളെ വെടിവെച്ച് കൊന്നുകളയുകയാണ്. അത് ചെറിയ നേതാവല്ല, ഏറനാടത്തെ ചെക്കുവേരെന്ന് വിളിക്കപ്പെടുന്ന സഖാവ് കുഞ്ഞാലിയെ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ചില പ്രതികരണങ്ങൾ ഇതിനെതിരെ ഉണ്ടായി. പക്ഷെ അവിടെ ഇടതുപക്ഷം രാഷ്ട്രീയത്തെ കണ്ടത് എങ്ങനെയാണ്? ഒരാളെ കൊലപ്പെടുത്താൻ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ രാഷ്ട്രീയ വൈരാഗ്യം സൃഷ്ടിച്ചെടുത്തത് ഇടതുപക്ഷത്തോടുള്ള രാഷ്ട്രീയമായ വിരോധമാണ്. ആ രാഷ്ട്രീയ വിരോധമാണ് ഈ പ്രസ്താവനയ്ക്ക് കാരണം. ആ രാഷ്ട്രീയ വിരോധമാണ് ആര്യാടനെ കൊണ്ട് തോക്കെടുപ്പിച്ച് സഖാവ് കുഞ്ഞാലിക്ക് നേരെ വെടിവെച്ച് കൊല്ലാൻ പര്യാപ്തമായത്. രാഷ്ട്രീയമാണ് മാറേണ്ടത്, വ്യക്തിയല്ല. അപ്പോൾ ഞങ്ങൾ കാണേണ്ടത് എന്താണ്? അപ്പോൾ ആര്യാടനെ കൊണ്ട് തോക്കെടുപ്പിച്ച, അങ്ങ് സൂചിപ്പിച്ച മുഖ്യമന്ത്രിക്കെതിരെ പരിഹാസ്യമായ ആരോപണം ഉന്നയിക്കാൻ ഈ പറഞ്ഞ ആൾക്ക് തുണ നൽകിയ ആ രാഷ്ട്രീയത്തെ എങ്ങനെ പരാജയപ്പെടുത്താം? ആ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ അങ്ങ് സൂചിപ്പിച്ച പ്രസ്താവന നടത്തിയ ആളെ ഉപയോഗിക്കാൻ പറ്റുമോ? ഞങ്ങളെ തോക്കെടുത്ത് കൊല്ലാൻ പ്രേരിപ്പിച്ച രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്കെതിരെ തോക്കെടുത്ത് ആര്യാടനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? അതായിരുന്നു EMS ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് ആര്യാടന്റെ കയ്യിലേക്ക് തോക്കു കൊടുത്ത രാഷ്ട്രീയത്തെ ആര്യാടനെ മുന്നിൽ നിർത്തി പരാജയപ്പെടുത്താൻ കഴിയുമോ? അങ്ങനെ ഞങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട് നിലമ്പൂരിൽ. ആര്യാടൻ ഞങ്ങളുടെ ജനപ്രതിനിധിയായി കോൺഗ്രസിനെ തോൽപ്പിച്ച് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടെ കേരള നിയമസഭാ അംഗമായി മാറിയിട്ടുണ്ട്. അതേ കാര്യമാണ് മുഖ്യമന്ത്രിക്കെതിരെ അപഹാസ്യമായ പ്രസ്താവന നടത്താൻ പ്രേരകമായത്. അങ്ങ് സൂചിപ്പിച്ച പാലക്കാട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്.